ക്രോണിക് രോഗങ്ങൾ. എത്രത്തോളം ക്രോണിക് രോഗങ്ങൾ നമ്മുടെ ജനറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആണ്? ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജനറ്റിക്സിലൂടെ വരുന്ന ക്രോണിക് രോഗങ്ങൾ, DNA വഴി പാസ് ഓൺ ചെയ്യുന്ന ക്രോണിക് രോഗങ്ങൾ, ഡോക്ടർ ചികിത്സിക്കുന്ന രോഗങ്ങൾ, അത് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ? DNA വഴി ട്രാൻസ്ഫേർഡ് ചെയ്തിട്ടുള്ള രോഗങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് ജീവിതശൈലി രോഗങ്ങളിലേക്ക് എടുക്കാം. ഒരു ജീവിതശൈലി രോഗവും ഒരു DNA ട്രാൻസ്ഫേർഡ് വഴിയുള്ള ക്രോമസോമൽ ഡിഫക്റ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഹീമോക്രോമറ്റോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതായത് ഹീമോക്രോമറ്റോസിസ് ജനിതകമായിട്ട് തന്നെ അയാളിൽ അമിതമായിട്ട് അയൺ ഡെപ്പോസിഷൻ വരുന്ന അവസ്ഥ. ഈ അയൺ ഡെപ്പോസിഷൻ വരുന്ന, ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ലിവർ സിറോട്ടിക് പേഷ്യൻ്റ് അയാൾക്ക് ഹീമോക്രോമറ്റോസിസ് വഴിയാണ് ലിവർ ഡാമേജ് വന്നിരിക്കുന്നത്. എല്ലാ ഹീമോക്രോമറ്റോസിസ് അല്ലെങ്കിൽ അയൺ ഡെപ്പോസിഷൻ ഉള്ളവരിൽ ലിവർ ഡാമേജ് വരണമെന്നില്ല. പക്ഷേ അയാൾക്ക് ജനിതകമായിട്ട് അയാളുടെ ലിവറിന് ആ അയണിനെ ഡീറ്റോക്സ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ, അതാണ് എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരിൽ ഫെറിറ്റിൻ കൂടുതലാണെങ്കിൽ ഹീമോക്രോമറ്റോസിസ് എന്ന കണ്ടീഷൻ ലിവർ ഡാമേജ് ഉണ്ടാക്കുന്നു. സോ ജനിതകം എന്ന് പറയുന്ന കാര്യത്തെക്കാളുപരി എപ്പിജനറ്റിക്സ് എന്നുള്ളതാണ് കൂടുതൽ നല്ലത്.